വോട്ടെടുപ്പ് ദിനത്തിൽ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഇന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു. ചില പ്രധാന പ്രതികരണങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് കടക്കുകയാണ്. മിക്കവാറും സമ്മന്നതരായ മുന്നണി നേതാക്കന്മാരൊക്കെ ഇന്ന് പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവട് വെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. അപ്പോൾ രാവിലെ വോട്ട് ചെയ്തു. എൻ്റെ കൂട്ടായ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിലാണ് 135 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. കുടുംബസമേതം വന്നാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും കേരളത്തിലെല്ലായിടത്തും എല്ലാവരും ഈ പോളിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ആ ജനാധിപത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. വോട്ട് ചെയ്യാതെ ആരും മാറിയിരിക്കരുത്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോൾ തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ UDF-ന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രകടമായിരുന്നു. ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. ഇന്ന് വളരെ നിശ്ചിതമായ വാക്കുകളായിരുന്നു AK ആന്റണി പറഞ്ഞത്. പലപ്പോഴും അദ്ദേഹം വളരെ സൗമ്യനായി സംസാരിക്കുന്ന ആളായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ചിത്രമല്ല കണ്ടത്. പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ലേലം വിളിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു 1, 2, 3 പുതിയ ഭരണമാറ്റം ഉണ്ടാകും, പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. ഈ രീതിയിലൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് തിരുവനന്തപുരത്തെ ജഗദീഷ് UP സ്കൂളിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതിനിശ്ചിതമായ പ്രതികരണം AK ആന്റണിയിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വലിയ വിശ്വാസമാണ്, കടുത്ത വിശ്വാസമാണ് രേഖപ്പെടുത്തിയ. മാത്രമല്ല, രേവന്ത് റെഡ്ഡിക്കുള്ള കൂടുതൽ വിശദമായ മറുപടി ഇനി വരാനിരിക്കുന്നു എന്ന സൂചനയും മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ നൽകി. ധർമ്മടത്ത് പിണറായിയിൽ അദ്ദേഹം വോട്ട് ചെയ്തതിനു ശേഷമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഗോപികൃഷ്ണൻ ഒരുപക്ഷെ ഇന്ന്, അതുപോലെ എനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖറും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇത്രയധികം വോട്ടിംഗ് ശതമാനം വന്നു, 75.01. ഈ കണക്ക് അന്തിമമാണെന്ന് കരുതുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് ചിലപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വന്നു എന്ന് വരാം. എന്നാൽ പോലും ഇത്ര പോളിംഗ് കൂടിയ ഒരു സാഹചര്യത്തിൽ മൂന്ന് മുന്നണികൾക്കും അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിന്റെ അതിന്റെ ഒരു ക്ലൈമാക്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് വന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട താങ്കൾ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളെ വിലയിരുത്താനല്ല, അതിലുള്ള ചില നിരീക്ഷണങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു, ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇത് എന്നതാണ്. മുഖ്യമന്ത്രിയുടെ വാചകത്തിന് നാനാർത്ഥങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിലെ വിജയസാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ അപ്രവചനീയമായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് പല നിലയ്ക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും മുന്നണികളുടെ ഭാവിയെയും പല നേതാക്കളുടെ ഭാവിയെയും നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയായി ഇത് മാറാൻ പോകുന്നു. ഒരു പക്ഷേ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പലതരത്തിലും ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജനവിധിയാണെന്നതാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF ക്യാമ്പിൽ നിന്നുണ്ടായ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതികരണമാണെങ്കിൽ അത്ര ആത്മവിശ്വാസത്തോടുകൂടി അല്ല പ്രതിപക്ഷ നേതാവൊക്കെ ഇന്ന് പ്രതികരിച്ചത് എന്നതാണ് എൻ്റെ നിരീക്ഷണം. പക്ഷെ അതിൽ ശ്രദ്ധേയമായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ AK ആന്റണിയുടെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത്
ചരിത്ര വിജയം UDF-ന് കിട്ടാൻ പോകുന്നു എന്നത് പകൽ പോലെ വ്യക്തമായി എന്നതാണ്. ആ AK ആന്റണിയെ പോലെ ധാരാളം തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള പരിണതപ്രജ്ഞനായ എല്ലാ തരത്തിലുള്ള ചുഴികളിലെയും കൂടെ കടന്നു വന്നിട്ടുള്ള AK ആന്റണിയെ പോലെ ഒരാൾ ഒന്നും കാണാതെ അങ്ങനെ പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, സാധാരണ നിലയിൽ 100 സീറ്റിന്റെയും 110 സീറ്റിന്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി വലിയ എന്താ പറയുക വളരെ വലിയൊരു കോൺഫിഡൻസോടുകൂടി പറയാറുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലൊരു പ്രതികരണം കണ്ടില്ല. KC വേണുഗോപാലിന്റെ മുഖത്തും അത്ര വലിയൊരു ആത്മവിശ്വാസം കണ്ടില്ല എന്നതാണ് എന്റെ നിരീക്ഷണം. പക്ഷേ ശരിയാണ് AK ആന്റണി അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം എനിക്ക് തോന്നിയത് രാജീവ് ചന്ദ്രശേഖറുടെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ട് മുന്നണികൾക്കും ഒരു ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല, അവിടെ BJP-യുടെ ഒരു റോൾ ഉണ്ടാകുമെന്നതാണ്. ഏത് കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പോൾ മാനേജ്മെന്റിന് ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ BJP-ക്ക് ഒരു റോൾ കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നതാണ്. ആ റോൾ എന്നതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡീൽ ആരോപണങ്ങളൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഈ മൂന്ന് നേതാക്കളും പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രതികരണങ്ങളിൽ നമ്മൾ നേരെ കാണുന്ന അർത്ഥത്തിനപ്പുറത്ത് ധാരാളം നാനാർത്ഥങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.